റിലീസായി. ഇപ്പോൾ കണ്ടവരൊക്കെ ഇവിടെ ഞാനിവിടെ തിരുവണ്ണയാണ് എൻ്റെ നാട്. നമ്മൾ ഫസ്റ്റ് ഷോയ്ക്ക് വേണ്ടിയാണ് ഇവിടെ വനതിയിൽ വന്നതാണ്. അതിലുപരി എനിക്ക് ഇന്ന് സിനിമ ഈ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ഒരുപാട് കോൾ വന്നു നാട്ടിൽ നിന്ന്. ഓരോരുത്തർ കണ്ടിട്ട് റിവ്യൂ ഫോണിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. പടം നന്നായി പോയിട്ടുണ്ട്. ഒരു പുതിയ സംവിധായകൻ എന്ന നിലയ്ക്ക് ഞാൻ വളരെ തൃപ്തനാണ്. അതുപോലെ എൻ്റെ ക്രൂ മെമ്പേഴ്സൊക്കെ തൃപ്തരാണ്. ഇനി ഇത് ജനങ്ങളെ ഏറ്റെടുക്കണം. കാരണം വലിയ 2-3 സിനിമയുടെ ഇടയിലാണ് നമ്മളെപ്പോലുള്ള ഒരു പുതിയ ആളുടെ സിനിമ ഇറങ്ങുന്നത്. അപ്പോൾ കണ്ടന്റ് തന്നെയാണ് മെയിൻ. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ കണ്ടിരിക്കേണ്ട ഒരു സിനിമ, അതാണ് കണ്ടവരെല്ലാം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്, എൻ്റെ ക്രൂ എല്ലാവരും ഹാപ്പിയാണ്. സിനിമ കണ്ടിറങ്ങിയ ഇവിടുന്ന് കണ്ടിറങ്ങിയേക്കാൾ കൂടുതൽ എനിക്ക് ഫോണിലൂടെ കോൾ വന്നിട്ടുണ്ട്. നന്നായി പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സന്തോഷം. പ്രേക്ഷകരുടെ പ്രതികരണം കേട്ടപ്പോൾ സംവിധാനം എന്ന രീതിയിൽ രോമാഞ്ചം വന്നു. കാരണം ആദ്യമായിട്ടൊരു അനുഭവമാണിത്. സത്യത്തിൽ ഇത് പ്രേക്ഷകരുടെ പ്രതികരണം ഇവിടുന്ന് കേൾക്കുമ്പോഴല്ല, എൻ്റെ കൂട്ടുകാരാണ് എൻ്റെ നാട്ടുകാരാണ് വിളിച്ച് പറയുമ്പോൾ, എടാ നിന്റെ പടം കണ്ടടാ, നിനക്ക് ഇങ്ങനെ കഴിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സത്യത്തിൽ ശങ്കിന് വെള്ളം പറ്റിപ്പോയി. സത്യം പറയാം. തെലുങ്ക് സഹിതം അക്ഷരാർത്ഥത്തിൽ തെലുങ്കോടുകൂടി അവതരിപ്പിച്ചു. ഗംഭീര ക്ലൈമാക്സ്. അതുപോലെ ഞങ്ങളെല്ലാം ത്രില്ലടിപ്പിച്ചു കേട്ടോ. നിങ്ങളത് കണ്ടേ പടം കണ്ടില്ലേ? എന്താണ് കഥാപാത്രം ചെയ്ത വിഷയം ഉണ്ടാതിരിക്കുന്നത്? എൻ്റെയും ഒരു പുതിയ സിനിമ അതിന് വേഷം ചെയ്തു. എല്ലാവരും അഭിപ്രായം പറഞ്ഞു നന്നായിട്ടുണ്ട്. നല്ലൊരു പോലീസ് വേഷം ചെയ്തു. സന്തോഷം. ഞാൻ നന്ദി പറഞ്ഞത് എൻ്റെ പ്രിയ സുഹൃത്തായ സഖ്യമാണ്. പിന്നെ ഞാൻ എൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അല്ല, ഒരു പ്രൊഡക്ഷൻ കോർഡിനേറ്റർ കൂടിയാണ് സിനിമയുടെ. അപ്പോൾ അതിൻ്റെ സന്തോഷം എനിക്ക്. എല്ലാവരും നിങ്ങൾ സിനിമ കണ്ട് ഈ ഒരു ആധുനിക ഘട്ടത്തിലെ ഒരു കഥ പറയുന്ന സിനിമ, അതുകൊണ്ട് എല്ലാവരും സിനിമ കാണുക, വിജയിപ്പിക്കുക. സന്തോഷം. കഥാപാത്രത്തെ കുറിച്ച് ഒരുപാട് സന്തോഷം. ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. ഒരു പുതുമുഖ നടന്ന രീതി ആ കഥാപാത്രം എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റി? ഹാൻഡിൽ ചെയ്തൊക്കെ ഇവരുടെ ഒക്കെ ഒരു സപ്പോർട്ട്, ഭീകരമായിട്ടുള്ള സപ്പോർട്ട് തന്നെയാണ്. സക്കീർക്ക, സ്ക്രിപ്റ്റ് റൈറ്റർ ഷഫീഖ, ദാസേട്ടനാണ് എന്നെ ഈ മൂവിയിലോട്ട് സക്കീറെ അവൻ കൊള്ളാടാ, അവൻ മതി നമ്മുടെ നായകനായിട്ട് എന്നില്ല പറഞ്ഞ കൃഷ്ണേട്ടനാണ്. ഞാൻ ഒരിക്കലും മറക്കൂല. അതുപോലെ സക്കീർക്ക, പിന്നെ നമ്മളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ, അവരൊക്കെ തന്ന പിന്തുണ വളരെ വലുതാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഫുൾ സപ്പോർട്ട് തന്നെയാണ്. വളരെ ചെറിയ പടമാണ്. ഒരു ചെറിയ ഗ്രാമത്തിൽ നടക്കുന്ന 2 കൊലപാതകങ്ങൾ, അതിൻ്റെ ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന, പോലീസ് തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരു കേസ്, അങ്ങനെ പോകുന്ന, അതിനൊരു ചെറിയ സസ്പെൻസും കൊടുത്തിട്ട് ചെയ്യുന്ന, അത് ഒരു 2 മണിക്കൂറിൻ്റെ അടുത്ത് വരുന്ന ഒരു ദൈർഘ്യമുള്ള ഒരു സിനിമ. അത് സക്കീർക്ക വളരെ ഗംഭീരമായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ സക്കീർക്ക പറഞ്ഞ പോലെ കോളുകളിലൂടെ വർക്കിനെ കുറിച്ചിട്ട് ഇത് ആദ്യമായിട്ട് കാണുന്നവർക്കാണ്. ഞങ്ങളൊക്കെ പ്രിവ്യൂ 3-4 പ്രാവശ്യം കണ്ടിട്ട് ഇത് ആ ഏരിയ വർക്കാവോ ഈ ഏരിയ വർക്കാവോ എന്നുള്ള സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചിരിക്കേണ്ടടുത്ത ആളുകൾ, കോമഡി ഇല്ലാത്ത ആളുകൾ ചിരിക്കുന്നു. ആളുകൾക്ക് മൊബൈലൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ എൻഗേജ് ആയി പോവാതെ പെട്ടെന്ന് മൊബൈൽ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പോക്കറ്റിട്ട് വീണ്ടും സ്ക്രീനിലോട്ട് തന്നെ തോന്നി അതിൽ എൻഗേജ് ആയിട്ട് നിൽക്കുന്ന കാണുമ്പോൾ ഞാൻ സിനിമയല്ല ശ്രദ്ധിച്ചിരുന്നത്, പ്രേക്ഷകരായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്. വളരെ എക്സൈറ്റ്മെൻ്റ് ആണ്, വളരെ സന്തോഷം. ഈ സിനിമ എന്തായാലും മലയാളികൾ ഏറ്റെടുക്കും തന്നെയാണ് വിശ്വാസം. വലിയ പടങ്ങളുടെ അടിയിലൂടെയാണ് ഞങ്ങളെ ചെറിയൊരു സിനിമ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും മുന്നോട്ട് മലയാള സിനിമയിൽ ഒരുപാട് കാലം നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന, ഒരുപാട് കാലം അതിനുവേണ്ടി പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. 10-15 വർഷമായിട്ട് ഓഡിഷൻസ് ഈ എറണാകുളത്ത് ചുറ്റി കറങ്ങി നടന്നിട്ടുള്ള ആളാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ പിന്തുണ എന്തായാലും ഉണ്ടാവും. ഇനിയും അത് നല്ല രീതിയിൽ വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ കൂടെ നിന്ന ആളുകൾ ഇതിൻ്റെ കഥ, എൻ്റെ തന്നെ ഒരു കഥ എഴുതി തിരക്കഥയാക്കി ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഷഫീഖ്, ഇതിൻ്റെ തിരക്കഥാകൃത്ത് ഷഫീഖ് ആരാണ് എൻ്റെ മറ്റൊരു സുഹൃത്ത് വഴി എന്നെ വന്ന് കാണുന്നതും അദ്ദേഹം ഈ കഥയുടെ 1 ലൈൻ മാത്രം എന്നോട് പറഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ കഥ മാറ്റി വെച്ച് ഈ കഥയിലേക്ക് ഇറങ്ങിയതാണ്. അതുകൊണ്ട് അവിടെ ഒരു വലിയ നന്ദി അവരോട് പറഞ്ഞേ പറ്റുള്ളൂ. അതിലുപരിയായിട്ട് ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളുണ്ടാവും. നമുക്ക് ഉദ്ദേശിച്ച സമയത്ത് നിർത്താൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു 30-38 ദിവസത്തെ സ്റ്റാർട്ട് ചെയ്ത സിനിമ ഒരാഴ്ച മുൻപ് ഈ സിനിമ ഞങ്ങൾക്ക് നിർത്തി തന്നത് ഞങ്ങളുടെ DOP എൽദോ ഐസക്. അതുപോലെ എൻ്റെ കൂടെ എൻ്റെ അനിയന്മാരെ പോലെ എൻ്റെ കൂടെ നിന്ന് എൻ്റെ അസോസിയേറ്റ് ഡയറക്ടേഴ്സ്
അവരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് എനിക്ക് പറഞ്ഞ ഇതിനൊരു ചാർട്ടിട്ട് അതിനേക്കാളും ഒരാഴ്ച മുമ്പ് ഈ സിനിമ ഞങ്ങൾക്ക് അവസാനിപ്പിക്കാൻ കഴിഞ്ഞത്. അത് മറക്കാൻ പറ്റാത്ത സംഭവമാണ്. ചേട്ടനെ പറയാതിരിക്കാൻ കഴിയില്ല, മറന്നുപോയതാണ്. എന്തോ ചേട്ടൻ ഞങ്ങൾക്ക് തന്ന സപ്പോർട്ട്. പുള്ളി ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്, 10-20 സിനിമ ചെയ്ത ആളാണ്. തിരക്കുകളുടെ അടിയിലാണ് ഈ കഥ കേട്ടിട്ട് സക്കീർ ഖാനോട് നമുക്ക് ചെയ്യാടാന്ന് പറഞ്ഞിട്ട് വന്നതും അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് മുന്നിട്ട് നിന്ന പല പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്കത് പെട്ടെന്ന് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞ് എന്തോ ചേട്ടൻ തന്ന സപ്പോർട്ട് അത് വളരെ വലുതാണ്. രാജേഷ് ഇന്നിപ്പോൾ ഈ പ്രിവ്യൂ ഷോ വരെ എൻ്റെ കൂടെ നിൽക്കുന്ന അസോസിയേറ്റ് ഡയറക്ടറാണ് രാജേഷ്. ഇപ്പോൾ അയാളെ അസോസിയേറ്റ് ചെയ്തൊരു പടം ആസാദി ഇപ്പോൾ കളിക്കുന്നുണ്ട്, ഇപ്പോഴും ആസാദി കളിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് ഇതും റിലീസ് ചെയ്യാൻ പറ്റുന്നതാണ് സന്തോഷം. മലയാള സിനിമയുടെ ഒരു വായു മലയാള സിനിമയുടെ ഇല്ല പടം എല്ലാവരും കാണണം, എല്ലാവരും വിജയിക്കും. ചെറിയൊരു സിനിമ എല്ലാവരും വിജയിക്കും.